എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അയലാൻഡ് കാണിക്കും. അവിടെ മുഴുവൻ ഇപ്പോഴും ആ പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സീസറിനെ കാണിക്കും. സീസറിനാണെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം അവൻ മരിച്ചു എന്ന് കരുതിയ സ്ട്രോഹാറ്റ് ലൂഫിയും സ്മോക്കറും ട്രഫാർഗർ ലോയും അങ്ങനെ എല്ലാവരും ഇപ്പൊ ലാബിന്റെ അകത്തേക്ക് സേഫായി തിരികെ എത്തിയിരിക്കുകയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് സീസർ അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ബ്രോഡ്കാസ്റ്റിലൂടെ ലോകം മുഴുവൻ കാണിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും കണ്ടതാണ് നമ്മുടെ ആൾക്കാർ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവരാണെങ്കിൽ ഇപ്പൊ സീസറിനെ കളിയാക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഇവനൊരു യൂസ്ലെസ് ആണ്, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു മഞ്ഞ വില്ലനാണെങ്കിൽ ഇവിടെ സീസറിനോട് പറയും, ബോസ് ആ സ്ട്രോഹാറ്റ് ലൂഫിയും സ്മോക്കറിന്റെ ടീം എല്ലാം തന്നെ എക്സിറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് നമുക്ക് വലിയ അപമാനമായിരിക്കും. ആണെങ്കിൽ ഇതൊക്കെ കേട്ട് കുറച്ച് ചിരി വരും. വെർഗോ ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും വിടാതെ എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിയ ഗ്യാപ്പിൽ നമ്മുടെ ചക്കൻ ചോപ്പർ അവൻ നൈസായിട്ട് അവിടുന്ന് പുറത്തേക്ക് ഓടുകയാണ്. മോഡലിനാണെങ്കിൽ എന്തോ ഒന്ന് അവിടുന്ന് പാസ് ചെയ്തതുപോലെ തോന്നും. പക്ഷെ അവളത് വലിയ കാര്യമാക്കില്ല. ചോപ്പറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആരായിരിക്കും ഈ ഒരു പേപ്പർ അത് ചുരുട്ടി എന്റെ നേർക്ക് എറിഞ്ഞിട്ടുണ്ടാവുക? എന്നെ രക്ഷിക്കാനായിട്ട് വില്ലന്മാരുടെ ഇടയിൽ നല്ലവന്മാരായ ആരെങ്കിലും ഉണ്ടാവുമോ? അതുമാത്രമല്ല നമ്മുടെ ലൂഫിയൻ ടീം അവരെങ്ങനെ ആ കേജിൽ നിന്ന് രക്ഷപ്പെട്ടു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചോപ്പർ ഓടുകയാണ്. അവൻ ഒരു സെക്കൻഡ് അവൻ കളക്ട് ചെയ്ത മെഡിസിനിലേക്ക് നോക്കും. ഈ മരുന്ന് അത് എത്രയും വേഗം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഞാൻ കരുതിയതിനെ കഴിഞ്ഞും എത്രയോ മോശമാണ് ആ സീസർ. എനിക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ചോപ്പർ ആണെങ്കിൽ കുറച്ചു നേരം മുൻപോട്ടേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവന് വഴി എവിടെയോ തെറ്റിയെന്ന് മനസ്സിലാവുക. ഇവിടെ സീസർ അവന് മനസ്സിലാവും എല്ലാവരും R66 ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. സോ അവിടെ എത്തുന്നതിന് മുൻപ് അവരെ തടഞ്ഞിട്ടില്ല എങ്കിൽ അതവന് വലിയ അപമാനമാണ്. സോ അവർ ബി ബിൽഡിങ്ങിനടുത്തേക്ക് എത്തുന്നതിന് മുൻപ് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കണം. അതിനുശേഷം അവർ എ ബിൽഡിങ്ങിൽ തന്നെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ആ എ ബിൽഡിംഗ് തകർക്കണം. അടുത്ത നിമിഷം പോയിസൺ ഗ്യാസ് അകത്തേക്ക് വന്ന് അവർക്ക് മിസ്സായി പോയ ആ സുഖമരണം അതവർക്ക് ഏറ്റുവാങ്ങാനായിട്ട് പറ്റും. അതിനാ മഞ്ഞത്തലയും പറയും, അയ്യോ ബോസ്, അങ്ങനെ ചെയ്താ നമ്മുടെ ഒരുപാട് സോൾജേഴ്സും അതിൽ പെട്ട് മരിച്ചു പോവും. അതിനാ സീസർ അവൻ ഫുൾ കലിപ്പില്, ഞാൻ പറയുന്നത് നീ കറക്റ്റായിട്ട് ചെയ്യണം, മറ്റൊന്നും ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ഇത്തവണ എന്റെ പ്ലാനിങ്സ് അത് തകരാനായിട്ട് പാടില്ല. വീഡിയോ സ്നേഹില് അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. എന്നെ അപമാനിച്ചും പുച്ഛിച്ചു നിൽക്കുന്നവർക്കെല്ലാം ഇതൊരു മറുപടി ആയിരിക്കണം എന്ന് പറഞ്ഞ് സീസർ ആണെങ്കിൽ അവനെ പറഞ്ഞയക്കും. വെർഗോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. സീസർ, നീ എന്തായി ചെയ്യണേ? ഇനി എനിക്ക് നിന്റെ ഈ വിഡ്ഢിത്തരത്തിന് കൂട്ടുനിൽക്കാനാവില്ല. സ്മോക്കറും ട്രഫാർഗർ ലോയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നെയായിരിക്കും. ഈ ഒരു യുദ്ധത്തിൽ എനിക്കും കളത്തിൽ ഇറങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞ് അവനിപ്പോ മുൻപിലേക്ക് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോ ആ ബിൽഡിംഗ് എയിൽ നിന്ന് ബിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഫിയെ തടയാനായിട്ട് ഒരുപാട് മഞ്ഞ വില്ലന്മാര് എടുത്തു ചാടി വരും. പക്ഷെ ലൂഫി ആണെങ്കിൽ സിമ്പിളായി എല്ലാത്തിനെയും അടിച്ച് ഓരോ ഭാഗത്തേക്ക് തെറിപ്പിക്കുക. ലൂഫി ആണെങ്കിൽ അടിയടിയൊക്കെ കൊടുത്ത് ബി ബിൽഡിങ്ങിന്റെ മുൻപിലേക്ക് വരും. അവിടുത്തെ ഗേറ്റ് മാൻ ആണെങ്കിൽ ലൂഫിയെ കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്ത് പിടിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോസിനെ അറ്റാക്ക് ചെയ്യാൻ ഇവിടേക്ക് വരും? എന്റെ ബോസ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണെന്നൊക്കെ പറഞ്ഞ് അവൻ ബമ്പർ ഡയലോഗ് അടിക്കും. ലൂഫി ഒരൊറ്റ അടിക്ക് അവനെ താഴെയിടും. ലൂഫി ആ ബിൽഡിംഗ് അത് ക്രോസ് ചെയ്യേണ്ട താമസം വലിയൊരു സൈറൻ മുഴങ്ങും. അതിനുശേഷം അതിന്റെ ഡോർ പതിയെ താഴുകയാണ്. ലൂഫി ജസ്റ്റ് മിസ്സിന് ബിൽഡിംഗ് ബിയിലേക്ക് കയറും. അതേസമയം ഇവിടെ സ്മോക്കർ ആ ശബ്ദം എന്താണെന്ന് ഇപ്പോ ട്രഫാർഗർ ലോയോട് ചോദിക്കും. അത് മറ്റൊന്നുമല്ല, ബി ബിൽഡിങ്ങിന്റെ ഡോറ് അത് ക്ലോസ് ആവുന്നതാണ്. സോ നമുക്ക് മറ്റേതെങ്കിലും വഴി വേണം ഇനി പോവാൻ. അവന്റെ പ്ലാൻ നമ്മളെ ഈ ബിൽഡിങ്ങിൽ വെച്ച് തകർക്കാനായിരിക്കും. സോ എത്രയും വേഗം നിന്റെ ടീംമേറ്റ്സുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ടഷിക്കയെയും ആ G5 സോൾജേഴ്സിനെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോഴും ലൂഫിയൻ ടീമിനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഗണ്ണും കത്തിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. ആ സമയം ഡോർ ക്ലോസ് ചെയ്യുന്ന ആ അലാം സൗണ്ട് അത് ടഷിക്ക് കേൾക്കും. ഇവിടെ സോറോയും ബ്രൂക്കും സാമുറായും അവർ 3 പേരും ചേർന്ന് ആ നേവിക്കാരെ വെട്ടി താഴെയിട്ട് മുൻപോട്ടേക്ക് പോവാണ്. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് നീട്ടി ബാക്കിയുള്ള G5 സോൾജേഴ്സിനെ വെട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ടഷിക്കെ അവൾ ചാടി വീണ് ഇപ്പൊ സോറോയുടെ സ്ക്വാഡ് അത് ബ്ലോക്ക് ചെയ്യാണ്. ടഷിക്കയെ കണ്ടുടൻ ഇപ്പൊ സോറോയ്ക്കാണെങ്കിൽ അവളുടെ പഴയ ഫ്രണ്ടിന് ഓർമ്മ വരും. അവനാണെങ്കിൽ ടഷിക്കയായിട്ട് ഫൈറ്റ് ഇടാൻ തോന്നാതെ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. അതിന് ടഷിക്കെ അവള് ദേഷ്യപ്പെട്ട് ഇപ്പൊ G5നോട് പറയും, നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇപ്പൊ ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സമയമാണ്. ആ ഡോറ് അത് പൂർണ്ണമായിട്ട് ക്ലോസ് ആവുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം.
ആ സീസർ വില്ലൻ അവൻ വീണ്ടും നമ്മളെ റൂമിൽ വെച്ച് ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ആ വിഷപ്പൊക്കെ അടിച്ച് ചാവുണ്ടെങ്കിൽ എത്രയും വേഗം ആ പാസേജ് വഴി പോവാൻ നോക്കുമെന്ന് അവളിപ്പോ അവരോട് ദേഷ്യപ്പെട്ട് പറയും. അടുത്ത നിമിഷം സോൾജേഴ്സ് എല്ലാവരും ചാടി ഓടി ആ ഡോർ വഴി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ബ്രൗൺ ബിയർഡിന്റെ ദേഹത്ത് അള്ളി പിടിച്ചിരിക്കും. ബ്രൗൺ ബിയർഡ് ഫുൾ സ്പീഡിൽ ആ ഡോർ ലക്ഷ്യാക്കി ഓടും. റോബിൻ ആണെങ്കിൽ അവിടേക്ക് ചാടി വീഴും. അവള് പറയും അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ലൂഫി എന്നെ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു, അതാണ് ഞാനൊരു അല്പം വൈകി പോയെന്ന് പറഞ്ഞ് അവളും അവരുടെ പിന്നാലെ പോകും. ഇവിടെ ബ്രൗൺ ബിയർഡിനാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ല. അതിന് നാമി ആണെങ്കിൽ ബ്രൗൺ ബിയർഡിനോട് പറയും, നീ ആ നേവി പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ, എത്രയും വേഗം ആ ഡോർ കടന്നു പോകണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ബ്രൗൺ ബിയർഡിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഞാൻ ഒരുപാട് ഓടി, എനിക്കിപ്പോ ആരോഗ്യമില്ല, ഇതാണ് എന്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞ് ബ്രൗൺ ബിയർഡിനെ കൊണ്ട് പറ്റും പോലെ അത് മുൻപോട്ടേക്ക് ഓടും. ഇവിടെ സാമുറായിക്കും ഇപ്പോൾ ഒട്ടും സ്ട്രെങ്ത് ഇല്ല. ആളും പതിയെ പതിയെ മടുത്ത് ഓട്ടത്തിന്റെ സ്പീഡ് അത് കുറയ്ക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ മഞ്ഞ വില്ലന്മാര്, അവർക്കും എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവരും ആ ഡോർ ക്രോസ് ചെയ്ത് അകത്തേക്ക് ഓടും. എന്തായാലും മാസ്റ്റർ സീസർ നമ്മളെ കൈവിടില്ല, അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അന്ധമായി ആ സീസറിനെ വിശ്വസിക്കുകയാണ്. G5 സോൾജേഴ്സ് ആണെങ്കിൽ അവരുടെ തൊട്ട് പിന്നാലെ ആ ഡോറിനടുത്തേക്ക് എത്തും. അതേസമയം സീസർ ആണെങ്കിൽ വലിയൊരു കനോൺ അത് കൺട്രോൾ ചെയ്യാണ്. കാരണം ബിൽഡിംഗ് B ആണ് അവന്റെ ലക്ഷ്യം. അത് തകർത്ത് നമ്മുടെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കാനാണ് അവന്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ നമ്മുടെ ആൾക്കാരും വില്ലന്മാരും G5 സോൾജേഴ്സും എല്ലാവരും ആ ഗേറ്റ് നോക്കി ഓടുകയാണ്. സീസർ ആണെങ്കിൽ ആദ്യമായിട്ട് ആ ബിൽഡിംഗ് അത് തകർക്കും. വലിയൊരു ശബ്ദത്തില് ആ കനോൻ ബോള് ബിൽഡിങ്ങിൽ വന്ന് പതിച്ച് അവിടെ ഒരു ദ്വാരം ഉണ്ടാവുകയാണ്. ആ ദ്വാരത്തിലൂടെ പോയിസൺ ഗ്യാസ് പതിയെ അകത്തേക്ക് പ്രവേശിക്കും. നോ എന്ന് നിലവിളിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാർ വീടിനത് കാണിച്ചു കൊടുക്കും. നീ അത് കാണുന്നില്ലേ, പോയിസൺ ഗ്യാസ് അത് വീണ്ടും അകത്തേക്ക് വരികയാണ്, സ്പീഡിൽ ഓടാൻ പറഞ്ഞ് ബ്രൗൺ ബിയർഡിനെ കൊണ്ട് സ്പീഡിൽ ഓടിപ്പിക്കുകയാണ്. അതേസമയം ടഷിക്ക് തിരിഞ്ഞു നോക്കും. ദൂരത്തായിട്ട് ഒരുപാട് പേര് പോയിസൺ ഗ്യാസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ടഷിക്കാണെങ്കിൽ ഇപ്പൊ സ്മോക്കർ പറഞ്ഞ കാര്യം ഓർമ്മ വരും. നീ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം, സോ ഇവരെ രക്ഷിക്കേണ്ടത് അത് എന്റെ കടമയാണെന്ന് പറഞ്ഞ് അവളിപ്പോ സോൾജേഴ്സിനോട് രക്ഷപ്പെടാനായിട്ട് പറയും. ഞാൻ ഈ ഗ്യാസ് അതെങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞ് ആ ഗ്യാസിലേക്ക് തന്നെ നോക്കും. അപ്പൊ ആ ഗ്യാസിൽ പെട്ട് ഓരോരുത്തരായിട്ട് ഫ്രീസ് ആവാനായിട്ട് തുടങ്ങും. പരസ്പരം രക്ഷിക്കാൻ ശ്രമിക്കും. അതിനിടയിൽ ആ ഗ്യാസിൽ പെട്ടുപോയി അവരും ഫ്രീസ് ആവും. ഇവിടെ ആ ഗേറ്റ് ആണെങ്കിൽ 80% ക്ലോസ് ആയി കഴിഞ്ഞു. കമോൺ കമോൺ വേഗം വായോ എന്ന് പറഞ്ഞ് ഗേറ്റ് കടന്നു പോയവരൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവരെ വിളിക്കും. ഇവിടെ ബ്രൗൺ ബിയർഡ് അവൻ എടുത്തു ചാടി ആ ഡോറിലൂടെ അപ്പുറം കടക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇനിയും G5 സോൾജേഴ്സ് രക്ഷപ്പെടാൻ ബാക്കിയുണ്ട്. അവരുടെ കൂടെ തന്നെ ആ ടഷിക്കയും. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കുറച്ച് G5 സോൾജേഴ്സ് അവളുടെ കൈ പിടിച്ച് ഇപ്പൊ അകത്തേക്ക് വലിക്കുക. അവരാണെങ്കിൽ ടഷിക്കയെ തൂക്കിയെടുത്ത് അപ്പുറ വശത്തേക്ക് എറിയും. അവര് കറക്റ്റ് ആയിട്ട് ടഷിക്കയെ ക്യാച്ച് ചെയ്യും. ഡോർ ക്ലോസ് ആവാൻ ഇനി ഒരു അല്പം കൂടെ ഗ്യാപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അവള് ബഹളം വെക്കും, പ്ലീസ് എന്നെ വിട്. ഓപ്പോസിറ്റ് സൈഡ് ഇനിയും നമ്മുടെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ സോൾജേഴ്സ് ആണെങ്കിൽ അവളെ വിടില്ല. അടുത്ത സെക്കൻഡ് ആ ഡോർ ക്ലോസ് ആവും. അവരെല്ലാവരും ആ പോയ്ക്കകത്ത് മുങ്ങിപ്പോയി ഫ്രീസ് ആയിട്ട് നിൽക്കും. അവര് മരിച്ച് ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോഴും തന്റെ ക്യാപ്റ്റനായിട്ടുള്ള ടഷിക്കയെ രക്ഷിച്ച ചാരിതാർത്ഥത്തില് അവര് വമ്പ പോസൊക്കെ ഇട്ടിട്ടായിരിക്കും അവിടെ നിൽക്കുക. ടഷിക്കയാണെങ്കിൽ നിലവിളിച്ച് കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സീസർ. അവനാണെങ്കിൽ ഫുൾ കലിപ്പ്, ഇത്രയും പേര് രക്ഷപ്പെട്ടു, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ കലി കയറി നിൽക്കും. അതേസമയം ലൂഫിയും സ്മോക്കറും ട്രഫാർഗർ ലോയും അവർ 3 പേരും അങ്ങനെ മാസായിട്ട് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.